ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് കൃഷ്ണേന്ദു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഞാൻ ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കുന്ന കാണിക്കാമെന്ന്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബോട്ടിൽ ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ രാവിലെ തന്നെ അമ്മ കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ അത് പോയി എടുത്ത് കിച്ചണിൽ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ വൈനിന് വേണ്ടിയിട്ടുള്ള സ്പൈസൊക്കെ എടുക്കുവാണ് ഞാൻ സിനമണും ക്ലൗസും ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ളതൊക്കെ എടുത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ ഞാൻ ചാമ്പയ്ക്കൊക്കെ കഴുകി അരിഞ്ഞ് കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു പാത്രം എടുത്തിട്ട് ഈ ചാമ്പയ്ക്കയും നമ്മുടെ സ്പൈസും ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്യണം. പല രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട്, ലെയർ ചെയ്തൊക്കെ ചെയ്യും. കുറച്ച് ചാമ്പയ്ക്ക പിന്നെ ഷുഗറൊക്കെ ഇട്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ഷുഗറും സ്പൈസും നമ്മുടെ ചാമ്പയ്ക്കയും കൂടിയിട്ട് മിക്സ് ചെയ്യും. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ ജാറിലേക്ക് ആക്കുക. ഞാനിതിപ്പോൾ രണ്ടായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എല്ലാം കൂടെ എൻ്റെ ആ ഒരു പാത്രത്തിനകത്ത് ഫിറ്റ് ആവുന്നില്ല. ഇത്ര ഇട്ടിട്ട് തന്നെ അത് ഇളക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് ചെയ്തത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ യൂഷ്വലി നല്ലപോലെ മിക്സ് ചെയ്യാറുണ്ട്. എനിക്കറിയത്തില്ല അത്രയും ചെയ്യണമെന്ന്. കാര്യം ലെയർ ചെയ്യുമ്പോൾ ഒന്നും അത്ര ആവില്ലല്ലോ. പിന്നെ നമ്മൾ ഇത് നെക്സ്റ്റ് ഒക്കെ എടുത്ത് ഇളക്കി വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഞാനെന്തെങ്കിലും നന്നായി മിക്സ് ചെയ്തിട്ട് ഇടാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിട്ടാണ് ചെയ്തേന്ന്. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഒരു പാത്രത്തിലിട്ട് ഷുഗറും സ്പൈസും ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജാറിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ജാറിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ ഉണക്കാൻ വെച്ചിരുന്ന ജാറെടുത്ത് അതിനകത്തേക്ക് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതെല്ലാം കൂടി ആഡ് ചെയ്ത് വെക്കുവാണ്. ഇത് നല്ല പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ, ഇടയ്ക്ക് അധികം എയർ ഗ്യാപ്പ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാൻ ആദ്യമേ എല്ലാം കൂടി ആ ബോട്ടിലിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഹാഫ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ചെയ്യാൻ പാടായിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്യുവാണ് ബോട്ടിൽ നിറയെ. ഞാനിപ്പോൾ ഗ്ലാസ് ജാർ ചെയ്യുന്നുണ്ടെങ്കിലും പണ്ടൊക്കെ എല്ലാവരും ഭരണിയിലായിരുന്നല്ലോ ചെയ്തിരുന്നത്. എനിക്ക് ഭരണി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുതിയ ഗ്ലാസ് ജാർ വാങ്ങി അതിനകത്താണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ടപ്പോൾ കുറച്ച് സൈഡിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇത് ഞാൻ മുന്നേ എടുത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന വൈനാണ്. അത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ ഇടയ്ക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് എടുത്തതാണ്. ഞാനൊരു 3-4 ദിവസം മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാനത് വീണ്ടും എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 7 ദിവസം മിക്സ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് തിരിച്ച് വെക്കുകയാണ്. ഈ ഭരണിക്ക് അടപ്പില്ല, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് പാത്രമൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെയാണ് സീൽ ചെയ്ത് വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോയി. ഇതൊരു പുതിയ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. ഇവിടെ പോയി നമ്മയിലം എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല കോഫിയും ദോശയും ഒക്കെ കിട്ടും. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, ഒരു രാമേശ്വരം കഫേ റെപ്ലിക്ക പോലെയുണ്ട്. പിന്നെ ഇവിടെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഓപ്പൺ കിച്ചൺ പോലത്തെ സെറ്റപ്പാണ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു അവിടെ കുക്ക് ചെയ്യുന്ന കാണാൻ. അപ്പം ഞാൻ അതിൻ്റെയും കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ദോശയൊക്കെ ചുടുന്നതിൻ്റെയൊക്കെ ഭയങ്കര റിച്ച് ദോശയാട്ടോ. ബട്ടറും ഗീയും ഒക്കെ ഇട്ടിട്ട് എപ്പോഴൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമുക്ക്, ഭയങ്കര ഹെവിയാണ്. അതിനകത്ത് നോർമൽ മസാല ദോശയും പിന്നെ പൊടി മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ വൺസിന് വൈലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോയി. ആക്ച്വലി ബീച്ചിനടുത്ത് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്.
ഇവിടെ ആണെങ്കിൽ ഒരു ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. യൂഷ്വലി ഈ സമയത്ത് ബീച്ച് ഫെസ്റ്റ് ഉണ്ടാവാറില്ല. എപ്പോഴും ന്യൂ ഇയർ ടൈമിലാണ് ഇവിടെ ഒരു ബീച്ച് ഫെസ്റ്റ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ സമ്മർ വെക്കേഷനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഒരു ബീച്ച് ഫെസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാം, കുറേ റൈഡ്സ്, കുറേ ഗെയിം സെൻറ്റേഴ്സ് പോലത്തെയൊക്കെ ഉണ്ട്. പിന്നെന്താ കുറേ ഫുഡ് സ്റ്റോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഒരു മറ്റേ ഫ്ലോറൽ എക്സ്പോയും വാട്ടർഫോളും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതുവഴിയൊക്കെ നടന്നു. യൂഷ്വലി ഞങ്ങൾ അവിടെയൊക്കെ വന്ന് ഇരിക്കാറാണ് പതിവ് രാത്രിയിൽ ബീച്ചിൽ. ഇന്ന് പിന്നെ ഫെസ്റ്റൊക്കെ ആയതുകൊണ്ട് അധികം സമയമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് പാർക്കിങ്ങിലേക്ക് വന്ന് കാറൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടു സബ്സ്ക്രൈബ്.